നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഈ വീഡിയോ കാണുന്നുണ്ടല്ലേ? പക്ഷേ ചോദ്യം ഇതാണ്, ഇതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? രാവിലെ എഴുന്നേറ്റ ഉടൻ കണ്ണു തുറക്കും മുൻപേ ഫോൺ എടുത്തോ? ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനമായി കണ്ടത് ഫോണിന്റെ വെളിച്ചമായിരുന്നു. ഉത്തരം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിലെ ഒരു ഉപകരണമാണെന്ന് നിങ്ങൾ കരുതുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ ആ ഫോണിന്റെ കയ്യിലാണ് നിങ്ങൾ അതിന്റെ അടിമയായി മാറിക്കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫോൺ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ പതുക്കെ പതുക്കെ നശിപ്പിക്കുന്നു എന്നാണ്. ഇത് കേൾക്കാൻ വേദനിക്കും, പക്ഷേ നിങ്ങളിത് കേൾക്കണം. ഫോൺ നിങ്ങളുടെ ഏകാഗ്രതയെ കൊല്ലുന്നു. ഓർക്കുക, 10 വർഷം മുൻപ് നിങ്ങൾക്ക് ഒരു പുസ്തകം തുടർച്ചയായി മണിക്കൂറുകളോളം വായിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ 2 മിനിറ്റ് വീഡിയോ പോലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വാചകങ്ങൾ ചെറുതാക്കി എഴുതുന്നത്. നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശേഷി പൂർണ്ണമായും ഫോൺ നശിപ്പിച്ചു. ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അസാധ്യമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ മനസ്സ് ഓരോ 3 മിനിറ്റിലും ഫോണിലേക്ക് പോകാൻ പരിശീലിച്ചു കഴിഞ്ഞു. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈ യാന്ത്രികമായി ഫോണിലേക്ക് പോകുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് സ്ക്രീനിലാണ്. നിങ്ങൾ കുടുംബത്തോടൊപ്പം ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഫോണിലാണ്. ഇങ്ങനെ ജീവിച്ചാൽ ഒരിക്കലും ആഴത്തിലുള്ള ജോലി, അതായത് ഡീപ്പ് വർക്ക് ചെയ്യാൻ കഴിയില്ല. ആഴത്തിലുള്ള ജോലി, ഡീപ്പ് വർക്ക് ഇല്ലാത്തവർക്ക് ഉയർന്ന നിലവാരമുള്ള ജീവിതവുമില്ല. ഫോൺ നിങ്ങളുടെ സന്തോഷത്തെയും കൊല്ലുന്നു. ഇത് വിരോധാഭാസമാണ്. കാരണം നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നത് സന്തോഷത്തിനായിട്ടാണ്, പക്ഷേ യഥാർത്ഥത്തിൽ ഫോൺ നിങ്ങളെ ഏറ്റവും ദുഃഖിതനാക്കുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മറ്റുള്ളവരുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതം കാണുന്നു. അവരുടെ വിദേശ യാത്രകൾ കാണുന്നു, അവരുടെ സ്നേഹം, അവരുടെ പുഞ്ചിരി. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു, ഞാൻ പരാജയമാണ്, എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. ഇതാണ് ഫോണിന്റെ ഏറ്റവും വലിയ കണി. അത് നിങ്ങൾക്ക് സന്തോഷത്തിന്റെ ഒരു മിഥ്യ കാണിച്ചു തരുന്നു, പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ സന്തോഷത്തെ അത് കവർന്നെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ലൈക്കും നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഒരു ഡോപ്പാമിന്റെ കുത്തിവയ്പ്പാണ്. എന്നാൽ ആ കുത്തിവയ്പ് തീരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണം. അതൊരു അടിമത്തമാണ്. ഒരു മയക്കുമരുന്ന് അടിമയ്ക്ക് ഡോസ് കൂട്ടേണ്ടി വരുന്നത് പോലെ നിങ്ങൾക്കും കൂടുതൽ സ്ക്രോൾ, കൂടുതൽ റീൽസ്, കൂടുതൽ ലൈക്ക് വേണം. അങ്ങനെ നിങ്ങൾ ഒരിക്കലും സംതൃപ്തനാകുന്നില്ല. ഫോൺ നിങ്ങളുടെ ഉറക്കത്തെ കൊല്ലുന്നു. നിങ്ങൾ രാത്രി കിടക്കയിൽ കിടന്ന് ഫോൺ നോക്കുന്നു. തെറ്റില്ല, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ ആ നീല വെളിച്ചം നിങ്ങളുടെ മസ്തിഷ്കത്തോട് പറയുന്നത് ഇപ്പോൾ പകൽ സമയമാണ്, ഉണരൂ എന്നാണ്. നിങ്ങളുടെ മെലാറ്റോണിൻ ഹോർമോൺ നിർമ്മാണം നിലയ്ക്കുന്നു. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു, പക്ഷെ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഉറക്കവും വരുന്നില്ല. ഒടുവിൽ രാത്രി 2 മണിക്ക് ഉറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ക്ഷീണവും തലവേദനയും ചേർന്ന് എഴുന്നേൽക്കുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ ശരീരം തളർന്നു പോകുന്നു. നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. നിങ്ങൾ എളുപ്പത്തിൽ രോഗിയാകുന്നു. നിങ്ങളുടെ മുഖത്ത് വാർദ്ധക്യം വരുന്നു. ഇതെല്ലാം ആ ഒരു ചെറിയ സ്ക്രീൻ കാരണമാണ്. നിങ്ങൾ ഉറക്കത്തെ വില കുറച്ച് കാണുന്നു. പക്ഷേ ഉറക്കമില്ലാത്ത ഒരു ജീനിയസിനേക്കാൾ ഉറക്കമുള്ള ഒരു സാധാരണക്കാരൻ ഏറ്റവും മികച്ചവനാണ്. ഫോൺ നിങ്ങളുടെ ബന്ധങ്ങളെയും കൊല്ലുന്നു. നിങ്ങളുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്? അമ്മയും അച്ഛനും TV കാണുന്നു, നിങ്ങൾ ഫോണിലിരിക്കുന്നു. സഹോദരങ്ങൾ അവരുടെ ഫോണിൽ. ഒരേ മുറിയിലിരുന്നിട്ടും ആരും ആരോടും സംസാരിക്കുന്നില്ല. നിങ്ങൾ ശാരീരികമായി ഒരുമിച്ചുണ്ട്, പക്ഷേ മാനസികമായി ആയിരക്കണക്കിന് അകലെയാണ്. ഒരു ദിവസം നിങ്ങളുടെ അച്ഛന് പോകും, അമ്മ പോകും. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ അവരോടൊപ്പം ഇരിക്കേണ്ട സമയം ഫോണിലായിരുന്നല്ലോ. ഇത് വളരെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന സത്യമാണ്. പ്രണയബന്ധങ്ങളും ഇതുപോലെ തന്നെ. നിങ്ങളുടെ പ്രിയപ്പെട്ടയാൾക്ക് അടുത്തിരുന്നിട്ടും നിങ്ങൾ ഫോണിലേക്ക് നോക്കുന്നു. നിങ്ങൾ കാണുന്ന വ്യക്തിക്ക് തോന്നുന്നു, എന്നേക്കാൾ പ്രധാനമാണ് ഫോൺ. പിന്നെ പതുക്കെ ആ ബന്ധം മരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു ഒരു തണുത്ത സ്ക്രീനിന് വേണ്ടി. ഫോൺ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കൊല്ലുന്നു. നിങ്ങൾ പുറത്തു പോകുമ്പോൾ നിങ്ങൾ ആളുകളുടെ മുഖത്ത് നോക്കുന്നോ, അതോ ഫോണിൽ നോക്കുന്നോ? നിങ്ങൾക്കറിയാമോ, ഫോൺ നിങ്ങളെ സാമൂഹികമായി പിൻവാങ്ങലുള്ളവനാക്കുന്നു. നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ണിൽ കണ്ണ് വെച്ച് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ലൈക്ക് വഴിയാണ് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുന്നത്. യഥാർത്ഥ ലോകത്ത് യഥാർത്ഥ മനുഷ്യരുമായി ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. കാരണം നിങ്ങൾ ഫോണിനുള്ളിൽ ജീവിക്കാൻ ശീലിച്ചു, ഫോണിന്റെ പുറത്തുള്ള ജീവിതത്തിൽ അല്ല. ഓരോ മണിക്കൂറും ഫോണിൽ ചിലവഴിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ എന്ത് നിയന്ത്രണമാണ് ഉണ്ടാവുക? ഒന്നുമില്ല. എങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു ചെറിയ നടപടി എടുക്കുക. ഇന്ന് രാത്രി നിങ്ങളുടെ ഫോൺ കിടപ്പുമുറിക്ക് പുറത്ത് വയ്ക്കുക. ഒരു അലാം ക്ലോക്ക് വാങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഫോണിൽ നോക്കരുത്. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിനുശേഷം മുഖം കഴുകുക. അതിനുശേഷം ജനൽ തുറക്കുക. 30 ദിവസം ഇത് ചെയ്യുക. രണ്ടാമത് ദിവസത്തിൽ 3 സമയം മാത്രം ഫോൺ നോക്കുക. രാവിലെ 30 മിനിറ്റ്, ഉച്ചയ്ക്ക് 30 മിനിറ്റ്, രാത്രി 30 മിനിറ്റ്. അതിനുശേഷം ഫോൺ ഓഫ് ചെയ്ത് ഒരു ഡ്രോയറിൽ വയ്ക്കുക. ആദ്യത്തെ ഒരാഴ്ച ഭ്രാന്ത് പിടിക്കും. നിങ്ങളുടെ കൈ ഫോണിലേക്ക് പോകും. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതിൽ അസ്വസ്ഥത തോന്നും. പക്ഷേ ക്ഷമിക്കുക. മൂന്നാമത് നിങ്ങൾ ആ സമയത്ത് എന്ത് ചെയ്യണം? വായിക്കുക, എഴുതുക, നടക്കാൻ പോവുക, കളിക്കുക, കുടുംബത്തോട് സംസാരിക്കുക, ഒരു പുതിയ കഴിവ് പഠിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും.
കൂടുതൽ ഊർജം കിട്ടും. നിങ്ങളുടെ ഉറക്കം മെച്ചപ്പെടും. നിങ്ങളുടെ മനസ്സ് ശാന്തമാകും. ബുദ്ധൻ പറഞ്ഞു, എല്ലാ ദുഃഖത്തിനും കാരണം ആഗ്രഹമാണ്. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമാണ്. ആ ഒരു ഫോൺ ലക്ഷക്കണക്കിന് ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ആ ഫോൺ അകറ്റി നിർത്തുക. നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. സ്ക്രീനിന് പുറത്തുള്ള ലോകം വളരെ മനോഹരമാണ്. അവിടെ സൂര്യനുണ്ട്, മഴയുണ്ട്, പച്ചപ്പുണ്ട്, യഥാർത്ഥ ചിരിയുണ്ട്, സ്നേഹമുണ്ട്. ഫോൺ എന്ന ജയിലിൽ നിന്ന് പുറത്തു കടക്കുക. താക്കോൽ നിങ്ങളുടെ കയ്യിലാണ്. ഇപ്പോൾ തന്നെ ഫോൺ താഴെ വയ്ക്കുക. കുറച്ചു നേരം നിശബ്ദതയിലിരിക്കുക. നിങ്ങളുടെ സ്വന്തം ശ്വാസം കേൾക്കുക. അതാണ് യഥാർത്ഥ ജീവിതം.